ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി പലപ്പോഴും നിലകൊള്ളുന്ന AAPയുടെ ഏറ്റവും സമുന്നതനായ നേതാവ്, ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളിന് നേരെ ഉയർന്ന വലിയ ആരോപണത്തിൽ ഇപ്പോഴിതാ കോടതി ആ അന്വേഷണ ഏജൻസിയെ, കേന്ദ്ര അന്വേഷണ ഏജൻസിയെ, CBIയെ അതിരൂക്ഷമായി വിമർശിക്കുന്നു. ഒരു തെളിവുകളും ഇല്ലാതെ എങ്ങനെയാണ് ഇവരെയൊക്കെ പിടിച്ച് ജയിലിൽ ഇട്ടത് എന്ന് കോടതി ചോദിക്കുമ്പോൾ ഈ കേസിൽ മനീഷ് സിസോദിയ അടക്കമുള്ളവർക്കെതിരെ തെളിവുകളില്ല എന്നതാണ് വ്യക്തമാകുന്നത്. അവിടെയാണ് BJP നയിക്കുന്ന NDA സർക്കാർ വളരെ കൃത്യമായി ഈ ഏജൻസികളെ, കേന്ദ്ര ഏജൻസികളെ പ്രയോജനപ്പെടുത്തുകയും അവർ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അത്തരം സംവിധാനത്തെ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന വിമർശനം ഉയരുന്നത്. അങ്ങനെ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കെജ്രിവാൾ കുറ്റവിമുക്തനാക്കപ്പെടുന്ന സാഹചര്യം വലിയ തോതിൽ ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഒരുപക്ഷെ ഇതിനെതിരെ ഇനി മേൽക്കോടതികളിലേക്ക് അന്വേഷണ സംഘം പോയേക്കാം, CBI അടക്കം പോകുന്ന സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ പോലും ഒരു തെളിവുകളുമില്ലാതെ എങ്ങനെയാണ് ഇവരെ ജയിലിൽ അടച്ചത് എന്ന കോടതിയുടെ ചോദ്യം, അത് പ്രതിപക്ഷ നിരയ്ക്ക്, അതായത് കിരൺ, നമുക്കറിയാമല്ലോ ഇപ്പോൾ മമതാ ബാനർജിയെ പോലെയുള്ളവർ അടക്കം കൃത്യമായി രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു. കേരളത്തിലും അത്തരത്തിൽ ഇടത് വലത് മുന്നണികൾ ആക്ഷേപം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കെജ്രിവാളിന് വലിയ തോതിൽ ആശ്വാസകരമാകുന്ന ഈ വിധിയുണ്ടാകുന്നത്. അത് കെജ്രിവാളിന് അപ്പുറത്ത്, അതിൻ്റെ നിയമസാധ്യതകൾക്കപ്പുറത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനം സൃഷ്ടിക്കില്ലേ? അഭിലാഷ, അങ്ങനെ തന്നെയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനം സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കുറ്റവിമുക്തനായി എന്ന് പറഞ്ഞാൽ ഈ കുറ്റക്കാരനായി അല്ലെങ്കിൽ കുറ്റം ജയിലിൽ അടച്ചു കിടന്ന സമയം കൊണ്ട് ഒരു സംസ്ഥാനത്ത് നിന്ന്, ഡൽഹി എന്ന സംസ്ഥാനത്ത് നിന്ന് 67 സീറ്റുകളും 63 സീറ്റുമൊക്കെ വാങ്ങി 70-ലാണെന്ന് ആലോചിക്കണം. 70 സീറ്റുകളിലാണ്. അങ്ങനെ സീറ്റിൽ വൻപൻ വിജയം നേടിക്കൊണ്ട് ഡൽഹിയിൽ ജനപ്രീതി ഇടിയാതെ നിന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയെയും ആ പാർട്ടിയുടെ നേതാവിനെ അരവിന്ദ് കെജ്രിവാളിനെ അടക്കം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അവിടെ ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ പാർട്ടിക്ക് ദേശീയ തലത്തിലുണ്ടായിരുന്ന പ്രാധാന്യം തന്നെ വല്ലാതെ ഇടിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായി. പഞ്ചാബിലെ ഭരണം കൊണ്ട് മാത്രമാണ് ആ പാർട്ടി ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരു വ്യക്തിയെ ആശ്രയിച്ചു കൂടി നിന്ന ഒരു പാർട്ടിയാണ്. അവിടെ ഏറ്റവും കരുത്തനായ വ്യക്തി തന്നെ അഴിമതിക്കാരനായി ജയിലിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ ഒരു കനത്ത തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷ നിരക്കാകെ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ അതിരൂക്ഷമായി കേന്ദ്ര BJP ഇതര സർക്കാരുകൾക്കെല്ലാം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട്, അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെല്ലാം വേട്ടയാടുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട എല്ലാ മുഖ്യമന്ത്രിമാരെ നോക്കിയാലും, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയായാലും, തമിഴ്നാട്ടിൽ സ്റ്റാലിനെതിരെയായാലും, ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെയായാലും, BJP ഇതര മുഖ്യമന്ത്രിമാർക്കെതിരെ അല്ലെങ്കിൽ NDA ഇതര മുഖ്യമന്ത്രിമാർക്കെതിരെയെല്ലാം ഇത്തരം അന്വേഷണങ്ങൾ വിവിധ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം കുറ്റാരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അന്വേഷണത്തെ നിരന്തരം നേരിടേണ്ടി വരുന്ന അവസ്ഥ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഘട്ടത്തിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തെക്കാൾ കേസുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെയൊക്കെ ഇത് നിരന്തരം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം തള്ളിക്കളയുന്ന നിലപാടായിരുന്നു കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ കോടതി വെറുതെ വിടുമ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങൾ വളരെ പ്രധാനമാണ്. മദ്യനയ രൂപീകരണത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയോ അഴിമതിയോ നടന്നതിന് തെളിയിക്കാനായിട്ടില്ലെന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. കൃത്യമായ തെളിവുകളില്ലാതെ കേവലം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CBI കേസ് അന്വേഷണം നടത്തിയതെന്നും കോടതി വിമർശിക്കുന്നു. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു കേസ് കെട്ടിച്ചമയ്ക്കുക, ആ കേസിൻ്റെ പേരിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം ജയിലിലടയ്ക്കുക, ആ കേസ് നടത്തിക്കൊണ്ട് ദീർഘകാലം അത് മുന്നോട്ട് കൊണ്ടുപോകുക. CBI പോലെ ഒരു ഏജൻസി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കോടതി അതിരൂക്ഷമായി തന്നെ വിമർശനം ഉന്നയിക്കുന്നു. കേന്ദ്ര സർക്കാർ തങ്ങളുടെ അന്വേഷണ ഏജൻസികളെ, നിയന്ത്രണത്തിലുള്ള അന്വേഷണ ഏജൻസികളെ ഇത്തരം സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ആയുധമാക്കുന്നു, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ തളർത്താനോ അവരെ പരാജയപ്പെടുത്താനോ ആയുധമാക്കുന്നു എന്ന പ്രതിപക്ഷത്തിൻ്റെ വാദത്തിന് ബലം നൽകുന്ന ഒന്നുകൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. CBIക്ക് കടുത്ത വിമർശനമാണ് ഉണ്ടായത്. CBI സമർപ്പിച്ച കുറ്റപത്രം അപൂർണമാണെന്നും കെജ്രിവാളിനെതിരെ വ്യക്തമായ തെളിവുകളൊന്നുമില്ലാതെയാണ് പ്രതിയാക്കിയതെന്നും കോടതി നിരീക്ഷിക്കുന്നു. CBI കേസ് പൂർണ്ണമായും കോടതി അവസാനിപ്പിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു ഇളവ്, ഏതെങ്കിലും സംശയത്തിൻ്റെ ഇളവ് നൽകിയല്ല കെജ്രിവാളിനെ വെറുതെ വിടുന്നത് എന്നത് ആലോചിക്കണം. കെജ്രിവാളിനെതിരെ ഏതെങ്കിലും തരത്തിൽ സംശയിക്കേണ്ടതായ ഒരു തെളിവുകൾ പോലും ഹാജരാക്കാൻ CBIക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് എടുക്കുക, അല്ലെങ്കിൽ കേസ് ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ എന്ന് കോടതി പറയുന്നില്ലെങ്കിലും CBIയെ മറ്റെന്തോ സ്വാധീനിച്ചിരുന്നു എന്ന് ഏത് സാധാരണക്കാരായ
സാധാരണക്കാരായ മനുഷ്യരും തോന്നുന്ന തരത്തിലുള്ള വിമർശനം തന്നെയാണ് CBIക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. 2021-22 ഈ മദ്യനയത്തെ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ച് കേസുണ്ടാവുന്നത്. 22 കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഇവരെല്ലാം ദീർഘകാലം ജയിലിലായിരുന്നു. സമീപകാലത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നേരിട്ട് ജയിലിൽ പോകേണ്ടി വരുന്ന അവസ്ഥ, ജയിലിൽ നിന്ന് മുഖ്യമന്ത്രിയായി തുടരേണ്ട അവസ്ഥ, ജയിലിൽ നിന്ന് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുമ്പോൾ അതിൻ്റെ ധാർമ്മികതയൊക്കെ ചോദ്യം ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ ചോദ്യങ്ങളൊക്കെ ഈ നാട്ടിൽ ഉയർന്നിരുന്നു. യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരു കേസിൻ്റെ പുറത്ത് ഒരാളെ കള്ളക്കേസിൽ കുടുക്കി ഒരാളെ ജയിലിലാക്കുകയും ആ ജയിൽ കഴിയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം തുടരുന്നതിലെ ധാർമ്മികതയ്ക്കടക്കം മറുപടി പറയേണ്ട അവസ്ഥ കെജ്രിവാളിനുണ്ടാകുന്നു. അതോടൊപ്പം തന്നെയാണ് കെജ്രിവാളിൻ്റെ പാർട്ടിക്ക് പരാജയം, ഡൽഹിയിൽ കനത്ത പരാജയം നേരിടേണ്ടി വരുന്നത്. കെജ്രിവാളിനടക്കം ഈ പരാജയം നേരിടേണ്ടി വരുന്നു. ഏത് മുദ്രാവാക്യം ഉയർത്തിയാണോ കെജ്രിവാൾ മുന്നിൽ നിന്നത് അത് അഴിമതിക്കെതിരായ പോരാട്ടം എന്നുള്ളതായിരുന്നു. അഴിമതി രഹിത പ്രതിച്ഛായ എന്നുള്ളതായിരുന്നു കെജ്രിവാളിൻ്റെ മുദ്രാവാക്യം. അതിൽ തന്നെ പിടിച്ചാണ് അഴിമതി രഹിത മുദ്രാവാക്യം ഉയർത്തിയാൽ അഴിമതിക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞാൽ അഴിമതിക്കാരനാണ്, മദ്യനയ രൂപീകരണത്തിലടക്കം ഗൂഢാലോചന നടത്തിയ ഒരാളാണ് കെജ്രിവാൾ എന്ന തരത്തിലേക്ക് കേസ് വരുന്നു. CBI ആ കേസിൽ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലാവുന്നു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രങ്ങൾ ഒരുക്കാനോ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകാനോ കഴിയാത്ത വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അവസാനം ആ പാർട്ടി തന്നെ പരാജയപ്പെടുന്നു. ആ പാർട്ടിക്ക് ദേശീയ തലത്തിലുണ്ടായിരുന്ന പ്രാധാന്യം നഷ്ടപ്പെടുന്നു. BJPക്ക് ഭരണം തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒടുവിൽ കെജ്രിവാൾ പുറത്തിറങ്ങി വരുമ്പോൾ ഇതുവരെയും ധൈര്യത്തോടു കൂടി നിന്ന്, അല്ലെങ്കിൽ വലിയ ധൈര്യത്തോടു കൂടി നിന്ന്, ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അസാധാരണമായ ധൈര്യം കാണിച്ച ഒരാളാണ് കെജ്രിവാൾ എന്ന് പറയാം. ചെറിയൊരു പാർട്ടിയുടെ തലവനായി നിന്നുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വമ്പന്മാരെ, ഇന്ത്യയിലെ വമ്പൻ വ്യവസായികളെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് അവർക്കെതിരെ അടക്കം നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വലിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടും ഒക്കെയാണ് കെജ്രിവാൾ ഇവരെയൊക്കെ നേരിട്ടത്. ആ ഒരു ധൈര്യത്തിൻ്റെ കൂടി അംഗീകാരമായിരുന്നു ഡൽഹിയിലെ ജനങ്ങൾ കെജ്രിവാളിന് നൽകിയത്, പഞ്ചാബിലെ ജനങ്ങൾ കെജ്രിവാളിൻ്റെ പാർട്ടിക്ക് നൽകിയത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെയും ഈ പാർട്ടിക്ക് അനുഭാവികൾ ഉണ്ടാവാനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം കെജ്രിവാൾ എന്ന ആ വ്യക്തി അസാധാരണ, മറ്റ് ഏത് രാഷ്ട്രീയക്കാരെ അപേക്ഷിച്ചാലും അസാധാരണമായി സ്വീകരിച്ച ചില ധൈര്യപൂർവ്വമുള്ള നിലപാടുകളുമൊക്കെ ആയിരുന്നു. ഇതിനെയെല്ലാമാണ് റദ്ദ് ചെയ്യപ്പെടുന്ന രീതിയിൽ കെജ്രിവാൾ ഒരു കാപട്യക്കാരനാണ്, കെജ്രിവാൾ ഒരു അഴിമതിക്കാരനാണ് എന്ന മട്ടിൽ കേസുകൾ വരുന്നു. കേന്ദ്ര ഏജൻസികൾ കേസുകൾ എടുക്കുമ്പോൾ സ്വാഭാവികമായും ഏത് ജനത്തിൻ്റെ ഉള്ളിലും സംശയങ്ങളുണ്ടാവാം. എത്ര കെജ്രിവാളിനെ അനുകൂലിക്കുന്നവരുടെ മുന്നിൽ പോലും സംശയങ്ങളുണ്ടാവും. ഒന്നുമില്ലാതെ തീയില്ലാതെ പുകയുണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ ഒരു തീയുമില്ലാതെയാണ് ഈ പുക കംപ്ലീറ്റ് സൃഷ്ടിച്ചത് എന്നുകൂടിയാണ് കോടതി വ്യക്തമാക്കുന്നത്. തികച്ചും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കേസ് CBI എടുത്തത് എന്നതുകൂടി കോടതി CBIക്ക് വിമർശനമായി ഉന്നയിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് CBIക്കും കേന്ദ്ര സർക്കാരിനും BJPക്കും എതിരെയുള്ള ഒരു കനത്ത തിരിച്ചടി എന്നുകൂടി പറയുന്നു. വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന് കൂടി ഉണ്ടാകുന്ന വലിയ തിരിച്ചടിയാണ്. ഒപ്പം കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചുവരവിന് ഉള്ള അവസരമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ള ഒരു ആരോപണത്തിൽ നിന്ന് ആണ് കെജ്രിവാൾ മുക്തമാകുന്നത്. അതോടൊപ്പം തന്നെയാണ് BRS നേതാവ് കവിത വലിയ, അതായത് ഈ മദ്യനയ മാറ്റത്തിന് വേണ്ടിയുള്ള ഇടപാടുകളിൽ കവിതയ്ക്കും പങ്കുണ്ട് എന്നും, അങ്ങനെ മദ്യനയത്തിന് വേണ്ടിയിട്ട് സൗത്ത് ഗ്രൂപ്പ് എന്ന കമ്പനി 100 കോടി രൂപയാണ് കൈക്കൂലി നൽകിയത് എന്നും അത് കവിതയുടെ ഇടപെടലിലൂടെ കൂടിയാണ് എന്ന തരത്തിലുമൊക്കെയുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ കവിതയ്ക്ക് കൂടി ആശ്വാസമാകുന്ന, കവിതയ്ക്ക് ഇങ്ങനെയൊരു അഴിമതിയിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ മദ്യനയവുമായി ബന്ധമുണ്ട് എന്നതുപോലും തെളിയിക്കപ്പെടാത്ത സാഹചര്യമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇനി ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ വരും മണിക്കൂറുകളിൽ അടക്കം വലിയ ആയുധമാക്കി NDAയ്ക്കും BJP സർക്കാരിനുമെതിരെ ഇപ്പോഴത്തെ കെജ്രിവാളിന് അനുകൂലമാകുന്ന കോടതി വിധിയെ മാറ്റും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.